സംഖ്യ 3-ാം അധ്യായം. കർത്താവ് സീനായ് മലയിൽ വെച്ച് മോശയോട് സംസാരിച്ച വേളയിൽ അഹ്റോന്റെയും മോശയുടെയും വംശാവലി ഇവയായിരുന്നു. അഹ്റോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ആദ്യജാതനായ നാദാബും അബിഹൂ, എലയാസർ, ഇത്താമർ എന്നിവരും. പുരോഹിതവൃത്തി ചെയ്യുന്നതിന് പ്രതിഷ്ഠിതരായ അഭിഷിക്ത പുരോഹിതരായ അഹ്റോന്യരുടെ പേരുകളാണിവ. എന്നാൽ സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്തൃസന്നിധിയിൽ നാദാബും അബിഹുവും നിഷിദ്ധാഗ്നി അർപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മൃതിപ്പെട്ടു. അവർക്ക് പുത്രന്മാരില്ലായിരുന്നു. എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോന്റെ സാന്നിധ്യത്തിൽ പുരോഹിതവൃത്തി ചെയ്തു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ലേവി ഗോത്രത്തെ അടുത്തുവരുത്തി പുരോഹിതനായ അഹ്റോന്റെ മുമ്പിൽ നിർത്തുക. അവർ അവനെ സേവിക്കട്ടെ. ആലയ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായുള്ള അവൻ്റെ ചുമതലയിലും സമാഗമ കൂടാര സന്നിധിയിലുള്ള സമൂഹം മുഴുവൻ്റെയും ആവശ്യകതയിലും അവർ ജാഗരൂകരാകട്ടെ. സമാഗമ കൂടാരത്തിലെ സകല ഉപകരണങ്ങളിലും ആലയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ഇസ്രായേല്യരുടെ ചുമതലയിലും അവർ ശ്രദ്ധിക്കട്ടെ. അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി ലേവായരെ നീ നിയോഗിക്കുക. ഇസ്രായേല്യരിൽ നിന്ന് അവന് വിശേഷവിധിയായി നൽകപ്പെട്ടവരാണ് അവർ. നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും നിയമിക്കുകയും അവർ തങ്ങളുടെ പുരോഹിതധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യണം. എന്നാൽ അതിനു മുതിരുന്ന അന്യൻ വധിക്കപ്പെടണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇതാ, ഇസ്രായേല്യരിൽ നിന്ന് ഗർഭപാത്രം തുറക്കുന്ന ഓരോ ആദ്യജാതനും പകരമായി ഇസ്രായേല്യർക്കിടയിൽ നിന്ന് ലേവായരെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ലേവായർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ ഓരോ ആദ്യജാതനും എൻ്റേതാണ്. ഈജിപ്ത് ദേശത്തെ ഓരോ ആദ്യജാതനെയും ഞാൻ പ്രഹരിച്ച ദിവസം ഇസ്രായേലിലെ മനുഷ്യൻ മുതൽ മൃഗങ്ങൾ വരെയുള്ള ഓരോ ആദ്യജാതനെയും എനിക്കായി ഞാൻ വേർതിരിച്ചു. അവർ എൻ്റേതാണ്. ഞാനാണ് കർത്താവ്. സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ലേവ്യരെ അവരുടെ പിതൃഭവനമനുസരിച്ചും കുടുംബങ്ങളനുസരിച്ചും നീ എണ്ണുക. 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷനുമായാണ് അവരെ നീ എണ്ണേണ്ടത്. കൽപ്പിക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശ അവരെ എണ്ണിത്തിട്ടപ്പെടുത്തി. ലേവിയുടെ പുത്രന്മാർ തങ്ങളുടെ പേരുകളനുസരിച്ച് ഇവരാണ്: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ലിബ്നി, ഷിമയി. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് മൊറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. പിതൃഭവനമനുസരിച്ച് ലേവി കുടുംബങ്ങൾ ഇവയാണ്: ലിബ്നി കുടുംബവും ഷിമയി കുടുംബവും ഗർഷോൻ്റേതാണ്. ഇവയാണ് ഗർഷോൻ കുടുംബങ്ങൾ. ഓരോ മാസവും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ പുരുഷന്മാരുടെയും എണ്ണമനുസരിച്ചാണ് അവരുടെ അംഗസംഖ്യ. അവരുടെ അംഗസംഖ്യ 7500. ഗർഷോൻ കുടുംബങ്ങൾ ആലയത്തിന് പിന്നിൽ പടിഞ്ഞാറായി പാളയമടിക്കണം. ഗർഷോന്യർക്ക് പിതൃഭവന നായകൻ ലായേലിൻ്റെ മകൻ എലിഫാസ. സമാഗമ കൂടാരത്തിൽ ഗർഷോന്യരുടെ ചുമതല ആലയം, കൂടാരം, അതിൻ്റെ ആവരണം, സമാഗമ കൂടാരവാതിലിൻ്റെ വിരി, അങ്കണമറകൾ, ആലയത്തോടു ചേർന്നും ബലിപീഠത്തോടു ചേർന്നും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ കവാടവിരി, അതിൻ്റെ ചരടുകൾ എന്നിവയുടെ എല്ലാ ജോലിയും സംബന്ധിച്ചതാണ്. അമ്രാം കുടുംബവും ഇസ്ഹാർ കുടുംബവും ഹെബ്രോൻ കുടുംബവും ഉസിയേൽ കുടുംബവും കൊഹാത്തിൻ്റേതാണ്. ഇവയാണ് കൊഹാത്ത് കുടുംബങ്ങൾ. 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷൻ്റെയും എണ്ണത്തിൽ വിശുദ്ധസ്ഥലത്തിൻ്റെ ശുശ്രൂഷാ ചുമതലയുള്ളവർ 8600. കൊഹാത്യ കുടുംബങ്ങൾ പാളയമടിക്കേണ്ടത് ആലയത്തിൻ്റെ തെക്കുവശം ചേർന്നാണ്. കൊഹാത്ത് കുടുംബങ്ങൾക്ക് പിതൃഭവന നായകൻ ഉസിയേലിൻ്റെ മകൻ എലിസാഫാൻ. അവരുടെ ചുമതല പേടകം, മേശ, വിളക്കുകാൽ, ബലിപീഠങ്ങൾ, അവർ ശുശ്രൂഷയ്ക്കുപയോഗിക്കുന്ന വിശുദ്ധസ്ഥലത്തെ ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയുടെ എല്ലാ ജോലിയും സംബന്ധിച്ചതാണ്. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസർ ലേവി നായകന്മാരുടെ നായകനായിരിക്കും. വിശുദ്ധസ്ഥലത്തിൻ്റെ കാര്യവിചാരിപ്പുകാരുടെ മേൽനോട്ടക്കാരൻ.
മഹ്ലി കുടുംബവും മൂഷി കുടുംബവും മൊറാറിയുടേതാണ്. ഇവയാണ് മൊറാറി കുടുംബങ്ങൾ. 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷൻ്റെയും എണ്ണമനുസരിച്ച് അവരുടെ അംഗസംഖ്യ 6200. മൊറാറി കുടുംബങ്ങൾക്ക് പിതൃഭവന നായകൻ അബിഹയിലിൻ്റെ മകൻ സൂരിയേൽ. ആലയത്തിൻ്റെ വടക്ക് വശം ചേർന്നാണ് അവർ പാളയമടിക്കേണ്ടത്. മൊറാറിയരുടെ ശുശ്രൂഷാ ചുമതല ആലയത്തിൻ്റെ ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ എന്നിവയും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവയുടെ എല്ലാ ജോലിയും, ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ എന്നിവയും സംബന്ധിച്ചതാണ്. ആലയത്തിന് മുന്നിലായി കിഴക്കുവശത്ത് സമാഗമ കൂടാരത്തിന് മുമ്പിൽ ഉദയദിശയിൽ പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരുമാണ്. ഇസ്രായേല്യരുടെ ആവശ്യത്തിനായി ശ്രീകോവിലിൻ്റെ കാര്യവിചാരിപ്പുകാരാണ് അവർ. എന്നാൽ അതിനു മുതിരുന്ന അന്യൻ വധിക്കപ്പെടണം. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശയും അഹ്റോനും 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷൻ്റെയും എണ്ണമെടുത്തപ്പോൾ കുടുംബങ്ങളനുസരിച്ച് ലേവായരുടെ മൊത്തം അംഗസംഖ്യ 22,000 കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേല്യരിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ ആൺകടിഞ്ഞൂലിനെയും എണ്ണിത്തിട്ടപ്പെടുത്തുക. അവരുടെ പേരുകളുടെ പട്ടിക തയ്യാറാക്കുക. ഞാനാണ് കർത്താവ്. എനിക്കു വേണ്ടി നീ ലേവായരെ ഇസ്രായേല്യരിലെ ഓരോ ആദ്യജാതനും പകരമായും ലേവായരുടെ മൃഗഗണത്തെ ഇസ്രായേല്യരുടെ മൃഗഗണത്തിൽ ഓരോ കടിഞ്ഞൂലിനും പകരമായും എടുക്കുക. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേല്യരിലെ ഓരോ ആദ്യജാതനെയും എണ്ണിത്തിട്ടപ്പെടുത്തി. 1 മാസവും അതിനുമേലും പ്രായമുള്ള ആൺകടിഞ്ഞൂലുകൾ മുഴുവൻ പേരുകളുടെ പട്ടികയിൽ അവരുടെ അംഗസംഖ്യ അനുസരിച്ച് 22,273 ആയിരുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, നീ ലേവായരെ ഇസ്രായേല്യരിലെ ഓരോ ആദ്യജാതനും പകരമായും ലേവായരുടെ മൃഗഗണത്തെ അവരുടെ മൃഗഗണത്തിന് പകരമായും എടുക്കുക. ലേവായർ എനിക്കുള്ളവരാണ്. ഞാനാണ് കർത്താവ്. ലേവായർക്കിടയിൽ ശേഷിക്കുന്ന 273 പേരുടെ മോചനദ്രവ്യമായി ഇസ്രായേല്യ കടിഞ്ഞൂലുകളിൽ നിന്ന് പ്രതിശീർഷം 5 ഷെക്കൽ നീ സ്വീകരിക്കണം. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരമാണ് നീ സ്വീകരിക്കേണ്ടത്. 1 ഷെക്കൽ 20 ഗേരായാണ്. അവരിൽ അധികമുള്ളവരുടെ മോചനദ്രവ്യമായി ആ പണം അഹ്റോനും അവൻ്റെ മക്കൾക്കും നീ നൽകണം. ലേവായരാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് പുറമെ ശേഷിക്കുന്നവരിൽ നിന്ന് മോചനത്തുകയായ പണം മോശ സ്വീകരിച്ചു. ഇസ്രായേല്യരുടെ കടിഞ്ഞൂൽ ഗണത്തിൽ നിന്ന് അവൻ സ്വീകരിച്ചത് വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 1365 പണമാണ്. മോചനത്തുകയായ പണം കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശ അഹ്റോനും അവൻ്റെ മക്കൾക്കും നൽകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ.